Chennai Samartha Group of Institution, India's Gold Medal College, 25,000 students placed so far. 2020 ജനുവരിയിലാണ്, ജനുവരി 11-ലാണ് മരട് ഫ്ലാറ്റ് പൊളിച്ചത്. അതായിരുന്നു നമ്മുടെ സ്വപ്നഭവനം എന്ന് പറഞ്ഞ് നമ്മളന്ന് മേടിച്ച് ഞങ്ങൾ ഒരു 6-7 വർഷം താമസിച്ചായിരുന്നു ഫ്ലാറ്റ്. ഒറ്റ സുപ്രഭാതത്തിൽ ഒരു ദിവസം രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് അന്ന് തന്നെയാണ് മൊത്തം ഹൗസ് ഷിഫ്റ്റ് ചെയ്തത്. ചേട്ടൻ ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ ഒരു കൊയറുണ്ട്, ആരുമില്ല, നീ ഒന്ന് പെട്ടെന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് അന്നൊരു ബൈക്കിൽ എന്നെ കൊണ്ടുപോയി. അവിടെ നിന്നാണ് എൻ്റെ ശരിക്കും ഒരു ടേൺ ആയത് ലൈഫ്. ഡിഗ്രിയൊക്കെ ആ സമയത്തൊക്കെ നല്ല കുഴപ്പമായിരുന്നു. ശരിക്കും ഈയിടെ കൊണ്ടുവന്ന വൈഫും മോനും കൂടെ എൻ്റെ പഴയ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, അത് മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് എൻ്റെ ഫോൺ നമ്പറാണ് കിടക്കുന്നത് 98478. ഇത് ഭാര്യ പേടിയാണോ അതോ? പേടിയെന്ന് പറഞ്ഞാൽ ജീവിക്കണ്ടേ, വല്ലപ്പോഴും ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും കിട്ടണ്ടേ കഴിക്കാൻ. ഇതിനൊക്കെ ഇപ്പോൾ ഒരു 1,40,000 അതൊക്കെ വരുള്ളൂ, ബേസിക് സാധനങ്ങൾ. ഈ ഇടയ്ക്ക് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് റെഫറൻസ് എന്ന് പറഞ്ഞ് 8 lakhs മേളിൽ സിംഗിൾസും കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ 8 lakhs മേളിൽ വരും. വലിയൊരു ട്രാജഡി ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് നടന്നു പറഞ്ഞു. കറക്റ്റ് ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് സെക്കൻഡ് വേവ് വന്നോ? ശരിക്കും കോവിഡ് നമ്മളെ ശരിക്കും അറിയാലോ, കലാകാരന്മാർ എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. ഏറ്റവും ലാസ്റ്റ് ഒരു ഇതാണല്ലോ നമ്മളെ കൺസേൺ ചെയ്യുന്നത്. അപ്പോൾ ആ സമയം അതിന് തൊട്ട് മുമ്പായിരുന്നു നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഇഷ്യൂ വരുന്നത്. 2020 ജനുവരിയിലാണ്, ജനുവരി 11-ലാണ് ഫ്ലാറ്റ് പൊളിച്ചത്. അറിയാലോ, ഫ്ലാറ്റ് നമ്മുടെ മരട് ഫ്ലാറ്റ് ഡിമോളിഷ് ചെയ്ത കാര്യം. അപ്പോൾ അതിലായിരുന്നു നമ്മുടെ ഫ്ലാറ്റ്. അതായിരുന്നു നമ്മുടെ സ്വപ്നഭവനം എന്ന് പറഞ്ഞ് നമ്മളന്ന് മേടിച്ച് ഞങ്ങൾ ഒരു 6-7 വർഷം താമസിച്ചായിരുന്നു ആ ഫ്ലാറ്റ്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് 4 ദിവസത്തിനുള്ളിൽ മാറേണ്ടി വന്നു. അങ്ങനെയാണ് ഞങ്ങളിവിടെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു വില്ലയുണ്ട്. വില്ലയിലേക്ക് ഒറ്റ സുപ്രഭാതത്തിൽ ഒരു ദിവസം രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് അന്ന് തന്നെയാണ് മൊത്തം ഹൗസ് ഷിഫ്റ്റ് ചെയ്തത്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വന്ന് താമസിച്ച്, അപ്പം എങ്ങനെയായാലും ഒരു വീട് സെറ്റാക്കണമെന്നുള്ളൊരു പെട്ടെന്നൊരു ഇത് വന്ന് അങ്ങനെ ഈ സ്ഥലം കണ്ട് മേടിച്ച് അങ്ങനെ തുടങ്ങിയാണ്. 2021 ആദ്യത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പം സ്റ്റാർട്ട് ചെയ്തു, പണി സ്റ്റാർട്ട് ചെയ്ത് 1 വർഷം കൊണ്ട് തീർത്തു. സെക്കൻഡ് ഒരു വേവ് വന്നില്ലേ, അപ്പോൾ ആ സമയത്തായിരുന്നു ഹൗസ് വാമിങ് പ്ലാൻ ചെയ്തത്. അത് 2022 ജനുവരിയിലായിരുന്നു. അപ്പൊ ജനുവരിയിലാണ് ജനുവരി 11-ലാണ് ഫ്ലാറ്റ് പൊളിച്ചത്. ജനുവരി 11 തന്നെ വെക്കാന്നൊക്കെ വൈഫ് പറഞ്ഞു നമ്മുടെ ഹൗസ് വാമിങ്. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഒരാഴ്ച കൊണ്ട് നീക്കി വെക്കാന്ന് പറഞ്ഞിട്ട് ജനുവരി 18-ാം തീയതി ആയിരുന്നു ഹൗസ് വാമിങ്. അപ്പോൾ ആ സമയത്ത് സെക്കൻഡ് വേവ് വന്നിട്ട് എന്താ പറയുക 20 പേരെ പാടുള്ളൂ ഫംഗ്ഷന്. അങ്ങനെ അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനൊരു 500 പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ഇങ്ങനെ ഒരു 20 പേരെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാനവിടുത്തെ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള രീതിയിൽ അവിടെ ഗ്രാൻഡായിട്ട് തന്നെ നടത്തി. നമ്മുടെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ ഒരു സ്വപ്നം. അതെ, ഇപ്പൊ ഫ്ലാറ്റ് പൊളിക്കുന്ന സമയത്താണല്ലോ നമ്മൾ അവിടെ പൊളിക്കുന്ന സമയത്ത് ഞാനാണ് അതിൻ്റെ അകത്ത് കുറെ കോമൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റിച്ചൊക്കെ വേറെ ആരും ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഓരോ ഫ്ലാറ്റിൻ്റെ അകത്ത് നമ്മൾ കയറി നോക്കുമ്പോഴാണ് എല്ലായിടത്തും ഇൻറ്റീരിയറൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അവരുടെ എന്താ പറയുക സ്വപ്നമാണല്ലോ ഒരു വീടെന്ന് പറയുന്നത്. അപ്പോൾ അവർ ഭയങ്കര ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ അതൊക്കെ പൊളിച്ച് കളയുന്ന കാണുമ്പോഴേ നമ്മൾ ആപ്പാടെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ആ സമയം. ചേട്ടന്റെ മനസ്സൊന്ന് ഇടറുന്നുണ്ട്. ഓക്കെ, ഇത് കൊള്ളാലോ ചേട്ടാ, ഒരുപാട്. അത് നല്ല കിടിലൻ. ഇതിൽ കിടന്ന് ഉറങ്ങാം, രണ്ടാൾക്ക് സുഖമായിട്ട് കിടന്നു. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TV താഴത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാര്യം നടക്കില്ല. എല്ലാവരും ഫുഡ് കഴിക്കുന്നതും എല്ലാം താഴത്തായിരിക്കും. അത് കാരണമാണ് TV മുകളിലേക്ക് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഞാൻ ഫ്ലാറ്റിലുണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കണം ഇവിടെ ഇരുന്നുണ്ട്. അപ്പോൾ അത് കാരണം നല്ല ശീലമല്ല. അതെ, അത് കാരണം ചേഞ്ച് ചെയ്തതാണ് ഇങ്ങോട്ട് കൊണ്ടുവച്ചത്. അടിപൊളി. ഞാൻ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഒന്ന് ഈ ഒരു രൂപത്തിലാന്ന് തോന്നുന്നു ചേട്ടനെ ഫസ്റ്റ് ടൈം എല്ലാരും കാണുന്നത് അല്ലേ? താടി മീശയൊന്നും അങ്ങനെ തന്നെയായിരുന്നു, ക്ലീൻ ഷേവിലായിരുന്നു. അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 2016 ആയപ്പോഴത്തേക്കാണ് ഒരു ഓസ്ട്രേലിയൻ ട്രിപ്പ് പോയി. അപ്പൊ കുറെ നാളത്തേക്കുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഇങ്ങനെ ഡെയിലി ഷേവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാ വളരട്ടെ എന്ന് ഓർത്തിട്ട് തിരിച്ചു വന്നപ്പോൾ താടി വെച്ച് കഴിഞ്ഞു. അതുവരെ വൈഫിന് ഇഷ്ടമല്ലായിരുന്നു താടിയൊക്കെ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോലം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞ് പറഞ്ഞു ഇനി വടിച്ചിട്ട് വീട്ടിലോട്ട് കയറണം എന്ന് പറഞ്ഞു. അത് കാരണം പിന്നെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇത് ഭാര്യ പേടിയാണോ അതോ? ഭാര്യ പേടിയെന്ന് പറഞ്ഞ് ജീവിക്കണ്ടേ, വല്ലപ്പോഴും ഇവിടെ വരുമ്പോ എന്തെങ്കിലും കിട്ടണ്ടേ കഴിക്കാൻ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് റൂം. അത് നമ്മുടെ ബെഡ്റൂമാണ്. യെസ്, ഇതാണ് ഞാൻ തേടി നടന്ന റൂം. ചേട്ടന്റെ ഇൻസ്ട്രുമെന്റ്സും ചേട്ടന്റെ കഴിവ് തെളിയിക്കുന്ന റൂം. അതല്ലേ ഈ റൂം? അങ്ങനെയല്ല, ഇത് ബെഡ്റൂമാണ്. അതല്ല, ഇതിന് കൂടെ തന്നെ വെയിങ് മെഷീനും വെച്ചിട്ടുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കണം. അത് വൈഫ് എടുത്ത് നോക്കുന്നത്. അത് പെണ്ണുങ്ങളാകുമ്പോ സ്ഥിരം ഡെയിലി എണീക്കുമ്പോ തന്നെ അയ്യോ 1 കിലോ കൂടി 1 കിലോ പറഞ്ഞു.
ഓക്കെ, ഞാൻ നോക്കാറില്ല. ഞാൻ വേറെ സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ ചേട്ടന് ഷോസിനും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇതൊക്കെ ആയിട്ടാണോ പോകുന്നത്? അല്ല, ഇത് ശരിക്കും നമ്മൾ കുറച്ച് ബാൻഡിലൊക്കെ ഡ്രം ബാക്ക് ലൈൻ ചെയ്യുന്നുണ്ട്. ബാക്ക് ലൈൻ മീൻസ് എന്താ പറയാ, ഇപ്പൊ സ്റ്റീഫന്റെ ബാൻഡ് അങ്ങനെ കുറച്ച് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ താഴത്തൊരു റൂമുണ്ട്, അതിനകത്താണ് എല്ലാം കൊണ്ട് ഡംപ് ചെയ്തത്. പക്ഷെ തുറക്കാൻ പറ്റില്ല, കാര്യം എല്ലാം കൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ട് ഞങ്ങൾ കയറുമെന്ന് വിചാരിച്ചിട്ട് മുൻകൂർ ജാമ്യം എടുത്തതല്ലേ? അല്ല, കേറി കുഴപ്പമില്ല, പക്ഷെ ഒന്നുമില്ല അതിനകത്ത്. മീൻസ് എല്ലാം ഡംപ് ചെയ്ത് വെച്ചേക്കുന്നതാണ് എല്ലാ സാധനങ്ങളും. ഇപ്പൊ ഇതുപോലത്തെ ഒരു 3 കിറ്റ് ഉണ്ട്. അപ്പൊ അത് കാരണം അതെല്ലാം അവിടെ കൊണ്ട് പെർക്കഷൻ സാധനങ്ങളും എല്ലാം കൊണ്ട് അതിനകത്ത് വെക്കണം. അല്ല, ഇപ്പൊ ഈ അമേരിക്കയിലൊക്കെ പോകുമ്പോ ഇതൊക്കെ ഞാൻ കൂടുതൽ ഇതല്ലേ ഇതല്ലേ, അപ്പൊ അത് കോമ്പാക്ട്, അത് താഴത്തിരിക്കുന്ന സിമ്പിൾ, ഒരു ലാപ്ടോപ്പ് പോലെ ഇട്ട് പോവാവുന്ന. അല്ല, അതല്ല, നമ്മുടെ ആ ഫ്ലൈറ്റ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം എന്തായാലും കൊണ്ടുപോകണം. അപ്പൊ ഇത് ഞാൻ കൊണ്ടുപോകാറില്ല കൂടുതലും. ട്രംപ് പ്ലെയറല്ലേ, പിന്നെ നമ്മുടെ ഇഷ്ടം കൊണ്ട് നമ്മുടെ ഒരു ഇത് സൈഡാണ്. ഇത് ആക്ച്വലി ഈ ഒരു ഡ്രം സെറ്റിന് എന്ത് റേറ്റ് വരും? ഇത് കുറവാണ്. ഇതിപ്പം എന്താ പറയാ, ഇത് പേളിന്റെ വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. പിന്നെ എന്റെ മറ്റേ DW എന്ന് പറഞ്ഞിട്ടുണ്ട്. റേഞ്ച് എന്താ ഇതിന്റെ സ്റ്റാർട്ടിങ്? ഇപ്പൊ എന്റെ ഇരിക്കുന്നത് ഇതിനൊക്കെ ഇപ്പൊ ഒരു 1,40,000 അതൊക്കെ വരുള്ളൂ, ബേസിക് സാധനങ്ങൾ. ഇതിന്റെയൊക്കെ എല്ലാം സെപ്പറേറ്റ് ആഡ് ഓൺ ചെയ്യുന്നതാണ് ഈ സിമ്പിൾസ്. ഇതൊക്കെ ലോക്കൽ സാധനങ്ങളാണ്. പക്ഷെ എന്റെ താഴത്തിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് റെഫറൻസ് എന്ന് പറഞ്ഞ്, അതൊരു 6 lakhs ബേസിക് കിറ്റിന് മാത്രമാവും. എല്ലാം കൂടെ വരുമ്പോ ഒരു 8 lakhs മേളിൽ സിമ്പിൾസും കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോ 8 lakhs മേളിൽ വരും. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഇത് ശരിക്കും വായിക്കാനാണെങ്കിൽ പെടലില്ലേ പെടല്. ഇത് ഞാൻ ചുമ്മാ ഈ കഴിഞ്ഞ ദിവസം അവിടെ താഴത്ത് വെച്ചപ്പോഴത്തേക്കും കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്ത് വെറുതെ. അല്ല, പെടലുണ്ടായിട്ട് പറഞ്ഞ കാര്യമൊന്നുമില്ല, എനിക്കത് ചവിട്ടാനും അറിയില്ല, അത് വേറെ കാര്യം. അല്ല, ഇത് സ്റ്റിക്ക് ഉണ്ട്. പെടലില്ലെന്നേ ഉള്ളൂ. പെടലി വിളിക്കുക, പെടലി മാത്രമേ എനിക്ക് അറിയാൻ പാടുള്ളൂ. ഇല്ല, ഇത് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് തോൽക്കലി മാത്രമാണ്. എനിക്കൊരു പുതിയ സ്റ്റുഡന്റ് ജോയിൻ ചെയ്യാണ്. സോ ഫസ്റ്റ് അവർക്ക് ഒരു സാധനം പഠിപ്പിച്ചു കൊടുക്കുക എങ്ങനെയാ ചേട്ടാ? ഞാൻ ഇതുവരെ ക്ലാസ് എടുക്കാറില്ല. ഞാൻ ഗുരു. ഓക്കെ, അപ്പൊ എന്താ പറയാ, പെടലില്ലാത്തതുകൊണ്ട് ബേസിക് ഇപ്പൊ തുടങ്ങണമെന്നുണ്ടെങ്കിൽ 1 2 3 4 അതിങ്ങനെ പോകുന്നു. 2 3 4 1 2 3 4 അപ്പൊ 1 2 4 ഇതിവിടെ പ്ലേ ചെയ്യണം. 1 3 1 2 3. പിന്നെ കിക്ക് വേണ്ടതാണ്, ഇപ്പോഴില്ലാത്ത കാരണം അത് കേൾക്കില്ല. അപ്പൊ അങ്ങനെ പ്ലേ ചെയ്ത് പോകണം. ഇതിപ്പോ പെടലില്ലാത്ത കാരണം ഞാൻ എനിക്ക് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണ്. ഞാൻ നോട്ടെ, ഇത് ഈ കാല് വെച്ച് എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഇത് ഓപ്പണും ഇതുണ്ട്, ചവിട്ടി പ്രസ് ചെയ്ത് ഇപ്പൊ ഇങ്ങനെ കേൾക്കും. ടോണാണ് അത്. അത് അവിടെ അടിച്ചാൽ മതി. ശരി, ഇത് 4 അല്ലേ? അല്ല, 1 2 ഞാൻ ജസ്റ്റ് കൗണ്ട് പറഞ്ഞതേ ഉള്ളൂ. 1 2 3 4. ശരിക്കും ആ ഹാൻഡാണ് ഇവിടെ പറയുന്നത്. സോറി, ഇങ്ങനെ 1 2 3. പിന്നെ ഇതിന്റെ ഒരു സാധനം, അത് വണ്ണിന്റെ പകരം ഇവിടെ വരും. അല്ല, ഞാൻ കിക്കിന് കാലിന് പകരം അവിടെ കാണിച്ചെന്ന് മാത്രമേ. ഓക്കെ, അത് കൊള്ളാതെ പഠിച്ചു. സിമ്പിൾ പരിപാടിയുള്ള കാര്യങ്ങള്. അതെ. പിന്നെ വേറൊരു സാധനം എനിക്കത് ചേട്ടനെ കൊണ്ട് ചെയ്യപ്പോ സാധനം അടിക്കുമല്ലോ, സ്പീഡിലുള്ളത്. ഇത് എല്ലാം ഈ ബാൻഡിന്റെ ഷോസിനൊക്കെ വരുമ്പോ അവസാനം ഇങ്ങനത്തെ അത് ഇതും കൂടെ വേണോ, അല്ലെ പെഡലും കൂടെ വേണം? ഓക്കെ, പെഡലിനകത്ത് എന്തോ തലേണയോ? അതൊരു ബേസ് കിട്ടാൻ വേണ്ടി, മുഴങ്ങാതിരിക്കാൻ വേണ്ടി സ്ഥിരം അങ്ങനെ വെക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എനിക്ക് തെറ്റിയതല്ല. ഓക്കെ, ശരി. ഇത് ഗുരുവേ, താങ്ക് യു. അപ്പൊ നല്ലൊരു ഡ്രമ്മർ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കാരണം എനിക്ക് ഒരു പേഴ്സണലി ഒരു റിതം പ്രോഗ്രാമർ, അതായത് എനിക്ക് അതിന് സത്യം പറയാൻ എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണ. ഞാൻ കണ്ടേക്കുന്നത് ഗിറ്റാർ, തബല, പക്ഷെ അതിന്റെ ഒക്കെ ഒരുമിച്ചിട്ടുള്ള സംഭവമാണോ
കീബോർഡ് അല്ല അതിന് സാമ്പ്ലർ എന്ന് പറയണേ. ഇപ്പൊ നമ്മൾ താഴത്ത് ചെന്നപ്പോ താഴത്തിരിക്കുന്നുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് അതിനകത്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ലൈബ്രറി, നമ്മളെ അതിൻ്റെ അകത്ത് എന്ത് ടോൺ, ഇപ്പൊ നമ്മളൊരു കൈകൊട്ടി, ഇപ്പൊ ഈ കൈകൊട്ടി ഇത് നമ്മൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രോഗ്രാം ചെയ്യാം. ഇപ്പോൾ ഒരു പാട്ടിനകത്ത് നമുക്കൊരു ക്ലാപ്പ് ഇത് വേണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വേണം അത് നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്യാം, ആ ടോൺ വെച്ചിട്ട്. അതുപോലെ തന്നെ എന്ത് ടോൺ, ഇപ്പോൾ തവല വേണോ മൃദംഗം വേണോ, പക്ഷെ അതിൻ്റെ ഒറിജിനൽ വായിക്കുന്ന പെർഫെക്ഷൻ കിട്ടില്ല. പക്ഷെ എന്തായാലും നമുക്ക് അങ്ങനത്തെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഇവന്റ് ഷോസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാമ്പിളർ മാത്രം നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് മതി. നമ്മൾ കൈകൊണ്ടെല്ലാം പ്ലേ ചെയ്യാന്ന് പറഞ്ഞ നടപടി ഉണ്ടാവില്ല. അറ്റ് എ ടൈം കുറെ ഇൻസ്ട്രുമെന്റ് നമ്മൾ എന്തായാലും വേണ്ടി വരില്ല. അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടില്ല. പക്ഷെ ട്രം മാത്രമാണ് നമുക്ക് കൈകൊണ്ട് അത്യാവശ്യം നമുക്ക് രണ്ടേ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വായിക്കാം. ഇതിനകത്ത് വേറൊരു ഡ്രോബാക്ക് ആയിട്ട് വരുന്നത്, ഇപ്പൊ ഞാനത് എനിക്കത് അറിഞ്ഞൂടാ, അത് കറക്റ്റ് ആണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. സോ ഈ പഴയ കാലത്ത് ഇപ്പൊ തബല, മൃദംഗം, ഇവരുടെ ഈ കലാരൂപമൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു സംഭവം വരുമോ അതിനകത്ത്? ഇങ്ങനെ ടെക്നോളജി വളരുന്നതനുസരിച്ചിട്ട് വരില്ല. കാര്യം ഇതിന്റെയൊക്കെ പെർഫെക്ഷൻ എപ്പോഴും എന്താ പറയാ, അത് ആ ഒറിജിനൽ സാധനങ്ങൾ വായിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ അകത്ത് ആ പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് നമ്മളെപ്പോഴും പറയുന്നത്. പിന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ തബല പാട്ടുകളൊക്കെ ഇപ്പം എന്താ പറയുക, പുതിയ സിനിമാ ഗാനങ്ങൾക്കൊക്കെ കുറവ് ആണ് വരുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു കുറവ് എപ്പോഴും വരുന്നുണ്ട്. ഇപ്പം എന്താ പറയുക, ആ മൂടാണല്ലോ പാട്ടുകളൊക്കെ പോകുന്നത്. എപ്പോഴും ഒരു വേറൊരു ടൈപ്പ് ബീറ്റും കാര്യങ്ങളും ഒക്കെയാണല്ലോ. ഇപ്പം ഡി ജെയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, റാപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ ലെവലിലേക്കാണ് പോകുന്നത്. ഇത് മോൻ്റെ റൂമാണ്. CR7 ഫുട്ബോൾ എന്ന് പറഞ്ഞ് കിടന്ന് ചാവുന്നുണ്ട്. പക്ഷെ കളിക്കാൻ പോകാനൊക്കെ മടിയാണ്. അവിടെ കൊണ്ട് കോച്ചിങ്ങിനൊക്കെ വിടുമായിരുന്നു. അപ്പം മറ്റേ ഗോളിയായിട്ടൊക്കെ നിന്ന് അധികം ഓടാണ്ട് ശ്രദ്ധിക്കുന്നത്. അത് കാരണം രാവിലെ നമ്മൾ 5 മണിക്കൊക്കെ നമ്മൾ കൊണ്ടുവിടണം അവിടെ. അപ്പൊ അത് ചേട്ടനൊരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പറഞ്ഞു വേണം വേണ്ട. വൈഫ് കൊണ്ട് വിടുന്നുണ്ട്. അല്ല ആക്ച്വലി മോന് ഈ ഒരു ഇൻസ്ട്രുമെന്റ് കൈൻഡ് ഓഫ് എന്തെങ്കിലും ടേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടം? പിയാനോ ക്ലാസ്സിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചാൾ പോയി കഴിഞ്ഞാൽ അവനൊരു ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ നമ്മൾ പ്രസ് ചെയ്ത് കൊണ്ടുപോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കലാകാരാണ്. എന്നിട്ടും ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇതിലേക്കൊരു ഇത് വന്നത്. ബാക്കി എല്ലാവരും ചെറുപ്പത്തിൽ വന്നതാണ്. അച്ഛൻ, അമ്മ, അനിയൻ, ഇവരെല്ലാം ചെറുപ്പം തൊട്ട് ഫീൽഡിലുള്ളവരാണ്. ഫീൽഡിലല്ല, മീൻസ് കലയുള്ളവരുടെ. പക്ഷെ ഞാൻ എന്താ പറയാ, ഒരു ബന്ധവും ഇല്ലാണ്ട് നടക്കും. എങ്ങനെ ഒരു സ്പാർക്ക് കിട്ടിയത്? എങ്ങനെ ഇതാണ് എന്റെ ഫീൽഡ് എന്ന് പറഞ്ഞ തിരിച്ചറിഞ്ഞത്? ശരിക്കും പറഞ്ഞാൽ അത് സ്പാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാ, ഡിഗ്രി ഒക്കെ ആ സമയത്തൊക്കെ നല്ല ഉഴപ്പായിരുന്നു. എൻ്റെ ശരിക്കും ഈയിടെ കൊണ്ടുവന്ന വൈഫും മോനും കൂടെ എൻ്റെ പഴയ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, അത് മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് എൻ്റെ ഫോൺ നമ്പറാണ് കിടക്കുന്നത്, 984788 അങ്ങനെ കിടക്കുന്നത്. എൻ്റെ ഫോൺ നമ്പർ അതിലും താഴെയാന്ന് തോന്നുന്നത്. അങ്ങനെ രണ്ടും കൂടെ എടുത്തിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഡിഗ്രി ഇതിലൊക്കെ. അപ്പോൾ എന്താ പറയുക, ശരിക്കും നമ്മൾ ആ സമയത്തൊന്നും നമ്മൾ എന്താ പറയുക അങ്ങനത്തെ ഒരു മേഖലയിലേക്കൊന്നും വന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ ഫീൽഡിലേക്കൊക്കെ വന്നത്. അത് എങ്ങനെയോ അങ്ങനെ ആയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ തബലിസ്റ്റാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ പള്ളിയിൽ കൊയറും കാര്യങ്ങളൊക്കെ അച്ഛനും പോകുന്നുണ്ട്. ആ സമയത്ത് ഫോണില്ല. അപ്പോൾ ഒരു ചേട്ടൻ സാബു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ നാട്ടിലുള്ളതാണ്. ചേട്ടൻ ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ എന്ത് ചെയ്യാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ പുറത്തോടെ പോയി, ഇവിടെ ഒരു കൊയറുണ്ട്, ആരുമില്ല, നീ ഒന്ന് പെട്ടെന്ന് വന്നേന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ട് എന്താ ചെയ്യാനാ, അപ്പോൾ നീ വാന്ന് പറഞ്ഞിട്ട് അന്നൊരു ബൈക്കിൽ എന്നെ കൊണ്ടുപോയി. അവിടെ നിന്നാണ് എൻ്റെ ശരിക്കും ഒരു ടേണായത് ലൈഫ്. അപ്പോൾ അത് ശരിക്കും വന്ന് ആ കൊയറിന് പോയി. അന്ന് അവിടെ സൗണ്ടൊക്കെ ചെയ്യാൻ വന്ന അവർ പറഞ്ഞ്, ഞങ്ങൾക്ക് അടുത്ത ശിവരാത്രിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് എന്നെ പരിപാടി വിളിക്കണം, ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഒരു ബിസി ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കയറി. വളരെ യാദൃശ്ചികമായിട്ട് വന്നു പെട്ടതാണ്. ഒരു പക്ഷെ ഇതിലല്ലായിരുന്നെങ്കിൽ എവിടെ എത്തിയാനേ ചേട്ടൻ? ശരിക്കും ഞാൻ പറയുവാണെങ്കിൽ എന്റെ ലൈഫ് എന്റെ സ്വഭാവം വെച്ച് ഞാൻ എവിടെ എത്താൻ ചാൻസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഉഴപ്പൊന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വീട്ടിൽ പറഞ്ഞു എന്താണേലും ഒരു പണി നോക്കിക്കോളൂ. അപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ടുള്ളൊരു തയ്യൽക്കട ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു അവിടെ പോയി നിന്നു, അല്ലെങ്കിൽ ഉഴപ്പിനടുപ്പൊക്കെ നിർത്താൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി കുറച്ചാൾ നിന്നു. അപ്പൊ അവിടെ ഒരു ഈ കൈ നോക്കുന്ന ഒരാൾ വന്നേ. കൈ നോക്കുന്ന ആൾ നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഓരോരുത്തരുടെ കൈ നോക്കി എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇങ്ങനെ നോക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഞാനിങ്ങനെ മാറി നടക്കുക. നമ്മൾ പറഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഫീൽഡ് ഇതല്ല കേട്ടോ. നമ്മൾ സാധാരണ ഒരു കൈനോട്ടക്കാരൻ പറഞ്ഞ് നമ്മളൊരിടത്ത് ഇരിക്കുവാണെങ്കിൽ പറയും അത് ആ ഒരു രീതിയിൽ നിങ്ങൾ വലിയൊരു ടെക്സ്റ്റൈൽസ് ഇടും, അതൊക്കെയല്ലേ പറയുള്ളൂ.
ഇത് പുള്ളി പറഞ്ഞു നിങ്ങൾ ഫീൽഡ് ഇതല്ല, നിങ്ങൾ മാറുന്ന. ഒറ്റ മാസത്തിനുള്ളിൽ എൻ്റെ ലൈഫ് ചേഞ്ച് ആയി. അത് ഞാൻ ശരിയാണോ അല്ലയോ ഒന്നും ഞാൻ പറയണില്ല, പക്ഷെ അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ. പുള്ളി എവിടുന്നോ വന്ന ഒരാളാണ്, പക്ഷെ വന്നിട്ട് അവിടെ ഇങ്ങോട്ട് പോയ ആളാണ്. അപ്പൊ നമ്മളന്ന് ശ്രദ്ധിച്ചില്ല, അന്ന് നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ, എപ്പോഴോ വന്ന് പോയി. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ചേഞ്ച് ആയി. പക്ഷെ അങ്ങനെ റിസ്ക് എടുത്ത് ആരും പറയില്ല. എല്ലാരും നമ്മളുടെ ഒരു ഫേസ് നോക്കിയിട്ട് ഇത് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ എന്താണ്, ഇപ്പൊ നിങ്ങളൊരു ആങ്കർ ആണെന്നുണ്ടെങ്കിൽ അല്ല, അല്ലെങ്കിൽ വേറെ സിനിമ അല്ലെങ്കിൽ ആ റൂട്ടിലേ പറയുന്നുള്ളൂ, അല്ല നാളെ നിങ്ങൾ വേറെ ബിസിനസ് ഒന്നും പറയില്ല. അതാണ് ഇതിനകത്ത് ഒരു അങ്ങനെയൊക്കെ തന്നെയാണ്. ബാൽക്കണി ആണ് ഈ നല്ലൊരു ബാൽക്കണി, മകന്റെ ഭാവിയിൽ ഇരുന്നുകൊണ്ട് ഏകാന്ത ചന്ദ്രി. പക്ഷെ ഇവിടെ ഒരു ഫ്ലാറ്റും കൂടെ വരണം, ഫ്ലാറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആവും. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം. ഇങ്ങനെ ഓരോരുത്തർ സ്ഥലം എടുത്തിട്ടേക്കുന്നതാണ്, 5 സെന്റിന്റെ പ്ലോട്ട് വീതം. അപ്പൊ ഇവിടെ വീട് ഇങ്ങനെ വരും, സെൻട്രൽ വഴി എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ. ഈ മഴയത്ത് വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഐലൻഡാണ്. ഇപ്പൊ അവിടെ നിന്ന് ഒരു പാലം കയറി കഴിഞ്ഞാൽ ഇത് ചേപ്പനം എന്നൊക്കെ പറഞ്ഞാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഈ നാടിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊല്യൂട്ടഡ് അല്ല, ഒട്ടും പൊല്യൂട്ടഡ് അല്ല ഈ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആശിച്ചേച്ച് തൊട്ടടുത്ത് താമസിക്കുന്ന അതുപോലെ തന്നെ ഇവിടെ കുറെ റിസോർട്ടുകൾ, 10-12 റിസോർട്ട് ഉണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്ത. ഞാൻ രാവിലെ ഞങ്ങൾ സൈക്ലിംഗ് ഉണ്ടായിരുന്നു, അതായത് മറ്റേ ആടുജീവിതം അതിന്റെ പ്രൊഡ്യൂസറില്ലേ, മറ്റേ ക്രൗൺ പ്ലാസയുടെ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ പുള്ളിക്ക് സൈക്ലിംഗ് ഒരു പ്രാന്താണ്. പുള്ളി രാവിലെ 5 മണിയാകുമ്പോൾ വിളിച്ചിറക്കും, ഞാൻ വന്ന് കിടക്കുന്ന 12:30 മണിയാകുമ്പോൾ. എന്നിട്ട് ഈ സൈക്കിൾ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകും. പക്ഷെ നല്ല രസമാണ് അതിന്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രക്ഷയില്ല. രാവിലെ ആ സൺറൈസ് ഒക്കെ ഭയങ്കര രസമാണ്. നല്ല വഴിയും പിന്നെ ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്ത കാരണം നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യാൻ സമാധാനത്തിൽ ചെയ്യാൻ പറ്റും. ഇത് ഒന്നുകൂടെ സെറ്റപ്പ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. പക്ഷെ ഇവിടെ ഇരിക്കാൻ ആള് വേണം. നിങ്ങൾ ലോകം ചുറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ശരിക്കും വൈഫും പറയും നമ്മളിവിടെ വന്ന് ഇരിക്കാറ് പോലും ഇല്ല, നമ്മൾ പണിയപ്പോ അങ്ങോട്ട് പണിത് പോയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു കുറെ വീടുകളിൽ കയറി ഇങ്ങനെ ഇതേപോലെ ഹോം ടൂറിന്റെ ഭാഗമായിട്ട് ചെല്ലുന്ന സമയത്തൊക്കെ നമ്മൾ എല്ലാ റൂമുകളും, ചില റൂമുകൾ കാണിക്കില്ല, ചില സ്ഥലങ്ങൾ കാണിക്കില്ല എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചേട്ടൻ എല്ലാ സ്ഥലങ്ങളും ഫ്രിഡ്ജ് വരെ കൊന്നതിലെ ചാളക്കറി വരെ എനിക്ക് എടുത്തിട്ട് കഴിച്ചു. അപ്പൊ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. സോ നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് കണ്ടന്റ്, ഒരുപാട് നേരം നമ്മളിങ്ങനെ കഥയും പറഞ്ഞു പോയി. സോ ഇനി ചേട്ടന് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഭയങ്കര ക്വസ്റ്റ്യനായി പോയത്. എന്തായാലും ഒരുപാട് സന്തോഷം. എന്താ പറയാ, നമ്മളുടെ വീട്ടിൽ നിങ്ങളെല്ലാം വന്നതിന് എന്താ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, അത്രമാത്രമേ ഉള്ളൂ പറയാനായിട്ട്. ഒരുപാട് സന്തോഷം. അഭിനന്ദനം, താങ്ക്സ്. ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങളിവിടെ ഉണ്ടാവില്ല. ഉറപ്പായിട്ടും നമ്മളിവിടെ ഉള്ള സമയത്ത് അതല്ല, നമ്മുടെ ഇപ്പൊ ഈ നാട്ടിലേക്ക് നമ്മളിവിടെ വന്ന് താമസം തുടങ്ങി ഇപ്പൊ ഈ അടുത്ത ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളെ ഭയങ്കര കാര്യമായിട്ടാണ് ഇവരെല്ലാവരും എന്താ പറയാ, ഭയങ്കര കാര്യമായിട്ടാണ്, ഭയങ്കര സ്നേഹമാണ് ഇവർക്ക്. അതുപോലെ തന്നെയാണ് എല്ലാവരും വരിക. ഞാൻ ആക്ച്വലി നേരത്തെ വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ചേട്ടനോട് പിടിച്ചിരുത്തിയത്. പക്ഷേ എന്തോ എൻ്റെ തലയിൽ എന്തോ കിളി പോയിട്ട് ഞാൻ വേറെ ഏതോ ലോകത്തേക്ക് പോയി. സംഭവം വേറെ ഒന്നുമല്ല. ചേട്ടനെ പറ്റി കേട്ടേക്കുന്ന വേറൊരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് ചാരിറ്റിയുടെ കാര്യത്തിൽ ചേട്ടൻ നല്ലൊരു കിടിലൻ മെമ്പറാന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഒരുപാട് ഈ ഫ്ലഡിന്റെ സമയത്തും കോവിഡിന്റെ സമയത്തും ഒക്കെ ആയിട്ട് നല്ല നല്ല കാര്യം പറയാനായിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരുമാതിരിപ്പെട്ട മനുഷ്യരൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ പബ്ലിക് ആകാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ്. അല്ല, നമ്മൾ ഇപ്പം എന്താ പറയാ, ഫ്ലഡിന്റെ സമയത്ത് നമ്മൾ വണ്ടിയായിട്ട് കുറെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുറെ സ്ഥലങ്ങളിൽ വണ്ടി എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ അരിയും സാധനങ്ങളൊക്കെ ഇല്ലാഞ്ഞിട്ടൊക്കെ ആ സമയത്തൊക്കെ കുറെ പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? അപ്പൊ അങ്ങനെയൊക്കെ കുറെ പോകുന്നുണ്ടായിരുന്നു. അത് പിന്നെ ലോക്ക്ഡൌണിന്റെ ടൈമിലാണെങ്കിലും നമ്മൾ കുറെ എന്താ പറയുക കിറ്റുകൾ വിതരണം. പിന്നെ നമ്മളൊരു ആർട്ടിസ്റ്റുകളുടെ ഒരു സംഘടനയുണ്ട്, കാഫ് എന്ന് പറഞ്ഞത്, കേരള ആർട്ടിസ്റ്റ് ഫെർട്ടനിറ്റി എന്ന് പറഞ്ഞിട്ട്. സ്റ്റീഫന്റെ നേതൃത്വത്തിൽ, സ്റ്റീഫനാണ് തുടങ്ങിയത്. അത് 7000 ഇപ്പോൾ 9000-ഓളം പേരാണ്. അത് നമ്മൾ ഓപ്പൺ ചെയ്തിടാറില്ല, ഒരു 15 ദിവസമൊക്കെ വർഷത്തിൽ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പം തന്നെ ഇപ്പോൾ ഒരു 9000-ഓളം പേരുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റാണ് ഞാൻ. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഇവിടെ എറണാകുളം ടൗൺ ഹാളിൽ വെച്ചിട്ട് അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ നടത്തിയിട്ടില്ല. ഈ വർഷം ഇങ്ങനെ ഞാൻ ട്രാവലിംഗ് ആയതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ പറഞ്ഞ് നീ വന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതായിട്ട് അടുത്ത മാസം നടത്തണം അങ്ങനെ. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ 2 പ്രാവശ്യം കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത ഇപ്പോൾ റീമിയൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടെ കുറേ പൈസ വന്നിട്ട്
എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പൈസ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ കുറേ പേര് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ പോയേക്കുന്നുള്ളൂ, അല്ലാതെ ക്രെഡിറ്റ് ഒന്നുമില്ല. അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു പോകും. അത് തന്നെ വലിയ കാര്യമാണ് ചേട്ടാ. കാരണം ഒരുപാട് കോടികളുള്ളവർ പോലെ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ എന്തായാലും ഇത്രയും നേരം ഞങ്ങളുടെ ബിഹൈൻഡ് വുഡ്സ് പ്രേക്ഷകരോട് വീടും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം. സോ താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ ചേട്ടന് എത്തട്ടെ. ചേട്ടൻ മ്യൂസിക് കമ്പോസിംഗ് ആണ് താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു മ്യൂസിക് ഡയറക്ടറായിട്ട് ഓക്കെ. താങ്ക് യു സോ മച്ച്. Chennai Samartha Group of Institution, India's Gold Medal College, 25,000 students placed so far.